ആ സ്ഥാപനത്തിന്റെ ആധാരവും മറുഭാഗത്തിന് പരിശോധിക്കാവുന്നതാണ്. മറുഭാഗത്തിന്റെ സ്ഥാപനങ്ങളുടെ ആധാരം ഞങ്ങൾക്കൊന്ന് കാണണം. ആധാരം കണ്ടിട്ട് വ്യക്തികളുടെ മരണശേഷം ലിൽഅക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈനി എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ആണിന്റെ പകുതി മുതൽ പെണ്ണിന് വാപ്പാന്റെ മുതലെന്ന് പറഞ്ഞല്ലോ ഖുർആനില്. ആ രീതിയിൽ കൈകാര്യകർത്താക്കൾക്ക് ശേഷം തങ്ങളുടെ മക്കൾക്ക് ഭാഗിച്ചെടുക്കാൻ പറ്റും വിധത്തിലാണെങ്കിൽ അതിൽ ചെറിയൊരു മാറ്റം വരുത്തി ഖിയാമത്ത് നാൾ വരെ സമുദായത്തിന് കിട്ടുന്ന രീതിയിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഡിമാൻഡ്. സമുദായത്തിന് കയ്യിൽ കിട്ടുന്ന രീതിയിലാക്കണം. ബാപ്പ മരിച്ചാല് ആണിന്റെ പകുതി പെണ്ണുങ്ങൾക്ക് കെട്ടിലൊന്നും ആ കോലത്തിൽ ഒരിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാകാൻ പാടില്ല. അതുകൊണ്ട് ആധാരം ഒന്ന് കാണണം. ആധാരം ഒന്ന് കാണണം എന്ന് പറയേണ്ട താമസം കണ്ടോ. മർക്കസ് കിട്ടുമെന്നാ പറയുന്നത്. മർക്കസ് കിട്ടുന്നല്ല, നടത്തിപ്പേര് മാറണ്ട, മരണം വരെ മാറണ്ട. ഇനി അയാളെ ശേഷം മക്കളായിട്ടും ആയിക്കോട്ടെ, ആധാരം ഒന്ന് കാണണം. അപ്പൊ ആധാരം കാണണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ആധാരത്തിന്റെ കോപ്പിന്റെ അടുത്തുണ്ട്. ആധാരത്തിന്റെ കോപ്പിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് കാണണം. നമുക്കൊന്ന് കൂടിയിരുന്ന് വായിക്കണം. ഈ സമുദായത്തോട് ചെയ്യുന്ന കടും ക്രൂരതയാണ്. ഇപ്പൊ കണ്ട ഒരു ജേഡിന്റെ പേരിൽ വിവാദം. മസ്ലഹത്തിന് മണ്ണാങ്കട്ടെ കട്ടോന്റെ കൈ മുറിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ലാലു പ്രസാദ് യാദവ് കാലികളുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരുമ്പോ വേറെ ചെല്ലി എത്തിയും കുട്ടികളുടെ ഭക്ഷണത്തിലാ കൈയിട്ട് വാരുന്നത്. കൈയിട്ട് മുറിക്കണം. കട്ടോന്റെ കൈ മുറിക്കാനുള്ളതാ. ഞാൻ അനുകൂലിക്കുന്നില്ല. ആരായാലും വേണ്ടില്ല. കള്ളനോട്ട് അടിക്കണില്ലാതെ ലാഭം നൽകിയിട്ടാ ചിലര് സ്ഥാപനം നടത്തുന്നത് അല്ലേ. സ്ഥാപനത്തിന്റെ ആസ്തി 10 ലക്ഷം.